ചേട്ടാ നമസ്കാരം. നമസ്കാരം. കഴിഞ്ഞ ദിവസം ഒരു നല്ല വാർത്ത വന്നിരുന്നു കേട്ടോ. ഞാൻ ഈ ന്യൂസ് ഇന്ത്യ മലയാളത്തിൽ ഈ വാർത്ത കണ്ടപ്പോൾ തുള്ളിച്ചാടി. യഥാർത്ഥത്തിൽ ഈ നമ്മുടെ പ്രേക്ഷകര് നമ്മൾ യുദ്ധ കൊതിയന്മാരാണെന്നൊക്കെ പറയുകയാണെങ്കിലും നമ്മൾ അങ്ങനെയല്ല. നമ്മൾ രണ്ട് പിഞ്ച് മനസ്സുള്ള പാവ മനുഷ്യരാണ്. അപ്പോൾ ആ വാർത്ത എന്ന് പറയുന്നത് ഈ റഷ്യയിൽ പുടിന്റെ അടുത്ത് ചേർന്ന് നിൽക്കുന്ന ഡിമിട്രീവ് എന്ന് പറയുന്ന ഒരു പുള്ളിക്കാരൻ, ഡിമിട്രീവ് അതാണ് ഞാൻ ഓർക്കുന്നത്. ഈ റഷ്യൻ ആൾക്കാരുടെ പേരൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ വ്ളാഡിനോ സെലൻസ്കി, പിന്നെ വ്ളാഡിമിർ പുതിൻ, പിന്നെ നമ്മുടെ ഈ ഡിമിട്രി പത്രുഷേവ് എന്നൊക്കെ പറയുമ്പോൾ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഡിമിട്രേവോ അങ്ങനെ എന്തോ ആണ് പുള്ളിയുടെ പേര്, ഞാൻ മറക്കുന്നില്ല. ഇനിയിപ്പോ അങ്ങനെ അല്ലെങ്കിൽ അങ്ങനെയല്ല, അത്രേ ഉള്ളൂ. അപ്പോൾ പുള്ളിയോട് ചേർന്ന് നിൽക്കുന്ന ഒരു വ്യക്തി പറഞ്ഞിട്ടുണ്ട് ട്രംപുമായിട്ട് ഉടനെ ഒരു ചർച്ച ഉണ്ടാകും, അപ്പൊ യുദ്ധം നിർത്താനുള്ളൊരു സൂചന നമുക്ക് ഇപ്പോൾ ലഭിക്കുന്നുണ്ട്. പോരാത്തതിന് പുടിൻ ഈ കാര്യത്തിൽ ട്രംപുമായിട്ട് ഇപ്പൊ ഹംഗറിയിൽ വെച്ച് നടക്കാനിരുന്ന ആ ഒരു ചർച്ച റദ്ദാക്കിയിട്ടില്ല, അപ്പൊ നടക്കുന്നില്ലെന്നേ ഉള്ളൂ. പക്ഷെ ചർച്ച ക്യാൻസൽ ചെയ്തിട്ടില്ല, അത് തുടരും. ഏതെങ്കിലും ഒക്കെ രീതിയിൽ ചർച്ച തുടരും. അപ്പൊ ഞാനിങ്ങനെ ആശ്വസിച്ച് ഞാൻ പറഞ്ഞു, ഞാൻ ന്യൂസ് ഇന്ത്യ മലയാളത്തിൽ ഒരു വാർത്ത കൊടുത്തിരുന്നു, ഹാവു സമാധാനമായി, ഉടനെ അത് നിൽക്കും എന്ന് പറഞ്ഞ് ഒരു തമ്പൊക്കെ കൊടുത്ത് ഞാൻ സന്തോഷിച്ചു. പക്ഷെ ഇന്ന് അതിന്റെ എക്സാക്ട് ഓപ്പോസിറ്റ് ആയിട്ടുള്ള വാർത്തകളും റിപ്പോർട്ടുകളും ഒക്കെയാണ് പുറത്തു വരുന്നത്. എന്താണ് ഇവർ കാണിക്കുന്നതെന്ന് നമുക്ക് യാതൊരുവിധ ഐഡിയയുമില്ല. സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ബ്രിക്സിന്റെ നീക്കം എന്തായിരിക്കും എന്നുള്ളതാണ് എന്റെ ചോദ്യം എന്ന് പറയുന്നത്. ഈ ട്രംപ് ഓരോ ഘട്ടത്തിൽ നിന്നും ഓരോ ഘട്ടത്തിലേക്ക് പോകുമ്പോൾ ഇയാള് പരസ്പര ബന്ധമില്ലാത്ത പല കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ആസിയാൻ രാജ്യങ്ങളുടെ മീറ്റിംഗിലേക്ക് വരുന്നു എന്നുള്ള റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. ഇവിടെ വന്നിട്ട് ഇയാൾ എന്താണ് കാണിക്കാൻ പോകുന്നത്? ആസിയാൻ രാജ്യങ്ങൾക്ക് മുന്നേ ഉള്ള മീറ്റിംഗിൽ വരുന്നതിന് മുമ്പേ ചൈനയ്ക്ക് 100% താരിഫ് അടിച്ചു കൊടുക്കും എന്ന് പറഞ്ഞു. 50%, 100+50+5% ഓൾറെഡി ഉണ്ട്, 155% താരിഫായി. ഇന്ത്യക്ക് താരിഫ് കൂട്ടുമെന്ന് പറയുന്നു. ഇന്ത്യയോട് ഒരു സമയത്ത് വന്ന് പറയുന്നു ചൈനയെ നമുക്ക് ഒതുക്കണം, ഇന്ത്യ കൂടെ നിൽക്കണം. എന്നിട്ട് തിരിച്ചു പോയിട്ട് അമേരിക്കയിൽ ചെന്ന് പറയുന്നു അവനൊരു 50% താരിഫ് കൂടെ അടിച്ചു കൊടുക്കുന്നു. അപ്പൊ ഇന്ത്യ വിചാരിക്കും ഇവനല്ലേ ഇപ്പൊ വന്നിട്ട് ചൈനയെ ഒതുക്കണം, നീ കൂടെ നിൽക്കണം, ഇന്ത്യൻ ഓഷനിൽ നമുക്ക് വലിയ ശക്തിയാവണം എന്നൊക്കെ പറഞ്ഞിട്ട് പോയത്. എന്നിട്ട് അപ്പുറത്ത് നിന്നിട്ട് ചൈനയോട് പറയുന്നു ഇന്ത്യ ശരിയല്ല, ഇന്ത്യയെ ഒതുക്കണം, ചൈനയാണ് നമുക്ക് വലുത് എന്ന് പറഞ്ഞ് ഇന്ത്യക്കാണ് നമ്മൾ താരിഫ് അടിച്ചു കൊടുക്കാൻ പോകുന്നത്, ചൈനയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ എക്സ്പോർട്ട് നമ്മുടെ രാജ്യത്തിനുള്ളതെന്ന് പറഞ്ഞ് എന്നിട്ട് ചൈനയെ സുഖിപ്പിക്കുന്നു. എന്നിട്ട് തിരിച്ചു പോകുന്നു. തിരിച്ചു പോയിട്ട് 100% താരിഫ് കൂടെ ചൈനയ്ക്ക് ഇട്ട് കൊടുക്കുന്നു പറയുന്നു. ഇപ്പൊ ചൈനയെ അന്താളിക്കുന്നു. ഇന്നിതാ കാനഡയ്ക്ക് തൊട്ടപ്പുറത്ത് കിടക്കുന്ന രാജ്യം, അമേരിക്കയുടെ ഒരു സ്റ്റേറ്റ് പോലെയാണ് കാനഡ കാണുന്നത്. ആ കാനഡയ്ക്ക് 25%, 50% താരിഫ് അടിച്ചു കൊടുത്തിരിക്കുക. അതെന്തിനാ താരിഫ് അടിച്ചു കൊടുത്തത്? അവന്മാരുടെ പഴയ പ്രസിഡന്റ് ആയിട്ടുള്ള റൊണാൾഡ് റീഗൻ, ഈ റൊണാൾഡ് റീഗന്റെ ഏതോ ഒരു വീഡിയോ കുത്തിപ്പൊക്കി അവന്മാര് സോഷ്യൽ മീഡിയയിൽ എന്തോ ഇട്ട് പ്രചരിപ്പിച്ചു. ആഹാ, എങ്കിൽ അവന്മാർക്ക് കൊടുത്തൊരു 50% താരിഫ്. ഇതാണ് വിഷയം. സില്ലി മാറ്റർ. ഇതാണ് വിഷയം. എങ്കിൽ അവനൊരു 50% താരിഫ് കൊടുത്തത് എന്ന് പറയുന്നു. ഇനിയിപ്പോ ഇന്ത്യയെ തടുക്കാനായിട്ട് എന്ത് ചെയ്യുമെന്നുള്ളൊരു ചോദ്യം ഉണ്ടല്ലോ. കാരണം റഷ്യയിൽ നിന്ന് എണ്ണ ഇന്ത്യയിലേക്ക് ഇങ്ങനെ ഒഴുകുകയാണല്ലോ. അപ്പൊ ഇന്ത്യയെ തടുക്കാനായിട്ട് എന്ത് ചെയ്യും എന്നുള്ളൊരു ഘട്ടത്തിൽ വരികയാണ്. കാരണം നമുക്കറിയാലോ, ഒരു കടൽ, ആ കടലിലേക്ക് ഒരു കല്ലെടുത്തെറിയുക എന്നുള്ളത് കടലിനൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. അതാണ് ഈ അമേരിക്ക ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഒരു കടലാണ്, അതിലേക്ക് കല്ലെടുത്തെറിയാൻ പറ്റില്ല. റഷ്യയും സമാനമായിട്ടുള്ള രീതിയിൽ ഒരു കടലാണ്. അപ്പൊ നമുക്ക് സമ്പൂർണ്ണമായിട്ട് ഉപരോധം ഏർപ്പെടുത്തുന്നതിനെക്കാട്ടിലും നല്ലത്, ഇപ്പൊ സമ്പൂർണ്ണമായിട്ട് ഇന്ത്യക്ക് 50% ഉപരോധം ഏർപ്പെടുത്തി, ഇന്ത്യ 60 രാജ്യങ്ങളിലോ 40 രാജ്യങ്ങളിലോ വിപണി തുറന്ന് അത് പുഷ്പം പോലെ മറികടന്നു. പോരാത്തതിന് ലോക മാധ്യമങ്ങളെല്ലാം ഇന്ത്യയെ പുകഴ്ത്തി, ട്രംപിനെ ഇകഴ്ത്തി. അമേരിക്കയിലുള്ള ആൾക്കാർ തന്നെ പറയുന്നു ട്രംപിന്റെ തലയ്ക്ക് ഓളമാണ്. ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിലുണ്ട് കാര്യങ്ങൾ വന്നു. അപ്പോ ട്രംപ് വിചാരിച്ചു അങ്ങനെയാണെങ്കിൽ ഇനിയിപ്പോ അങ്ങനത്തെ താരിഫ് വേണ്ട, നമുക്ക് കമ്പനികളെ പിടിക്കാം, കമ്പനികളെ പിടിച്ച് ഉപരോധം. കാരണം ഈ കടലിലേക്ക് കല്ലെടുത്തെറിയുന്നതിനെക്കാട്ടിലും എളുപ്പമാണ് ഒരു കപ്പൽ കൊണ്ടുപോയി കടലിൽ നിന്നും ഒരു സ്രാവിനെ പിടിക്കുന്നത്. അതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ എന്ന് പറഞ്ഞ് ഈ ഇന്ത്യയിലേക്ക് എണ്ണ അയക്കുന്ന അമേരിക്കയുടെ കമ്പനികളുണ്ട്. ആ കമ്പനികൾ എന്ത് ചെയ്തു? ഉപരോധിക്കാനായിട്ടുള്ള തീരുമാനമെടുത്തു. ഉപരോധിക്കാനുള്ള തീരുമാനമെടുത്തിട്ട് 2 കമ്പനികളടക്കം ഉപരോധിച്ചു. ആ കമ്പനികളിൽ നിന്നാണ് 70% എണ്ണയും ഇന്ത്യയിലേക്ക് വരുന്നത്. അപ്പോൾ ഡിസംബർ മാസത്തോടു കൂടി ഇന്ത്യയിൽ എണ്ണ ലഭ്യത കുറയും എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ വരുന്നത്. ഈ കമ്പനികളിൽ നിന്നെല്ലാം ദിവസം ശരാശരി 1.59 ലക്ഷം വീപ്പ വീതം ബാരൽ എണ്ണ വരുന്നുണ്ട് എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇന്ത്യ ഈ ഒരു പ്രതിസന്ധിയാണ്, ഇതിനെ എങ്ങനെ മറികടക്കും എന്നുള്ളൊരു ചോദ്യമുണ്ട്. പക്ഷേ ഇതിനെ ഇന്ത്യ മറികടക്കും. അതിന് ഇതിനകത്ത് ഒരുപാട് പഴുതുകളുണ്ട് എന്നും പറയുന്നുണ്ട്. അപ്പൊ എന്തായിരിക്കും നമ്മുടെ അടുത്ത നീക്കം എന്ന് പറയുന്നത്? ഇതിനെ എങ്ങനെ നമ്മൾ നേരിടും? ഒരു സ്ഥലത്ത് ഉം, ട്രംപ് ഹാലിളകി നടക്കുകയാണ്, ഒരു സ്ഥലത്ത് നരേന്ദ്രമോദി ട്രംപിനെ കാണാൻ തയ്യാറാകുന്നില്ല,
ഒരു സ്ഥലത്ത് വ്ളാഡിമിർ പുതിൻ യുദ്ധത്തിന്റെ തന്ത്രങ്ങൾ മെനഞ്ഞുകൊണ്ടിരിക്കുകയാണ്. യുദ്ധം കൊടുമ്പിരി കൊള്ളിക്കുക, എങ്ങനെയെങ്കിലും യൂറോപ്പിലോട് നുഴഞ്ഞു കയറാനായിട്ട് ശ്രമം നടത്തുകയാണ്. വേറൊരു സ്ഥലത്ത് ചൈനയാണെങ്കിൽ അവരുടെ കെട്ടിക്കിടക്കുന്ന സാധനങ്ങളൊക്കെ എങ്ങോട്ടെങ്കിലും എക്സ്പോർട്ട് ചെയ്യാനുള്ള വലിയ രീതിയിലുള്ള സംഭവം നോക്കുകയാണ്. വേറൊരു സ്ഥലത്ത് നെതന്യാഹു ആണെങ്കിൽ ഗാസ എങ്ങനെയെങ്കിലും പിടിച്ചടക്കണമെന്ന് പറഞ്ഞ് വെടിനിർത്തൽ കരാറിൽ ഒപ്പിട്ടിട്ട് പോലും വീണ്ടും വീണ്ടും അവിടെ ബോംബ് വാരിയിട്ടുകൊണ്ടിരിക്കുകയാണ്. അതായത് നമ്മൾ ഒരു എന്താണ് ഒരു ഒന്ന് എല്ലാം ഒന്ന് മൊത്തത്തിലൊന്ന് നിരീക്ഷിക്കുമ്പോ ഇവന്മാർക്ക് എല്ലാവർക്കും സുഖമില്ലേ നമുക്ക് തോന്നുന്നത്. എങ്ങനെ നമുക്ക് നമ്മുടെ രാജ്യത്തിന്റെ കാര്യം മാത്രം നോക്കിയത്, നമ്മുടെ രാജ്യം ഇതിനെ എങ്ങനെയാ മറികടക്കും ഈ എണ്ണ ഉപരോധം? അതിൽ തുടങ്ങാം നമുക്ക്. ഇന്ന് ഈ ആസിയാൻ രാജ്യങ്ങളുടെ ഉച്ചകോടിക്കായിട്ട് ട്രംപ് എത്തിയ ഒരു മനോഹരമായ ഒരു കാഴ്ചയുണ്ട്. പ്രേക്ഷകരും പറ്റുകയാണെങ്കിൽ അതൊന്ന് പോയി കാണണം. അദ്ദേഹം ഡാൻസ് കളിച്ചുകൊണ്ടാണ് വരുന്നത്. അപ്പോൾ അവിടെ അദ്ദേഹത്തെ സ്വീകരിക്കാനായിട്ട് അവിടെ നിൽക്കുന്നു. അപ്പോൾ അവിടെ അദ്ദേഹം ഡാൻസ് ചെയ്യുന്നുണ്ട്. ട്രംപ് ഡാൻസ് ചെയ്തിട്ട് അത് നമ്മുടെ എല്ലാ യൂട്യൂബിലൊക്കെ അവൈലബിൾ ആണത്. നല്ല രീതിയിൽ തന്നെ ഡാൻസ് കളിക്കുന്നത്, വെറുതെ ആ ഒരു കൈയിട്ട് അനക്കിക്കൊണ്ടുള്ളതല്ല, അത്യാവശ്യം നല്ലൊരു തുള്ളലാ തുള്ളുന്ന. അപ്പോൾ അവിടെ അദ്ദേഹം വരുന്നതിന്റെ പ്രധാനപ്പെട്ട കാര്യം ഈ കംബോഡിയയുമായിട്ട് ഉള്ള ഒരു വെടിനിർത്തൽ പുള്ളിയാണല്ലോ നടപ്പാക്കുക. അതിന്റെ കരാർ ഒപ്പിടുന്നതാണ് പ്രധാന ഉദ്ദേശം. പിന്നെ ആ കൂട്ടത്തിൽ വന്ന് കുറെ താങ്ങൊക്കെ താങ്ങിയിട്ട് പോവാം. നരേന്ദ്രമോദി വന്നിരുന്നെങ്കിൽ പറയാമായിരുന്നു, മോദി എന്നോട് പറഞ്ഞു എല്ലാ പരിപാടിയും സോൾവ് ആയിട്ടുണ്ട്, ഞാൻ എന്റെ കാലിൽ വീണു എന്ന് പറയാം എന്ന് കരുതി. മോദി അതിനേക്കാൾ വലിയ പിടിക്കുന്നുണ്ട്, ആ ഭാഗത്തേക്ക് പോയില്ല. എസ് ജയശങ്കറാണ് പറഞ്ഞു വിട്ടത്. എസ് ജയശങ്കറും മോശമൊന്നുമല്ല, അത്യാവശ്യം നല്ല രീതിയിൽ സംസാരിക്കാൻ അറിയാവുന്ന ഒരു വ്യക്തിയാണ്. ഏതായാലും അതിനുശേഷം ഇദ്ദേഹം പോകുന്നത് ഈ ജപ്പാനും ദക്ഷിണ കൊറിയയും ഒക്കെ അടങ്ങുന്ന വ്യാപാര ഒരു ഗ്രൂപ്പിലേക്ക് ചർച്ചയ്ക്കാണ്. ചൈനയൊക്കെ ഉണ്ട് അതിനകത്ത്. അപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തായിരുന്നു. നമ്മുടെ കിങ് ജോൺ ഉൻ കഴിഞ്ഞ ദിവസം ഒരു മിസൈൽ പരീക്ഷണം നടത്തിയായിരുന്നു. ഇന്നലെ ട്രംപ് കിങ് ജോൺ ഉന്നെ കാണുമെന്നാണ് പറയുന്നത്. അത് ഇതുവരെ അജണ്ടയിൽ ഇല്ലാത്തൊരു കാര്യമാണ്. കിങ് ജോൺ ഉന്നെ കൂട്ടത്തിൽ കാണുന്നുണ്ട്. അപ്പൊ അവനെ കൂടെ ഒന്ന് സമാധാനിപ്പിച്ച് നിർത്തണമല്ലോ. കിങ് ജോൺ ഉന്നിന്റെ നിരന്തരമായ ആവശ്യം എന്താണെന്ന് വെച്ചാൽ വളരെ കാലമായി ഉപരോധത്തിൽപ്പെട്ട് കിടക്കുന്ന ഒരു രാജ്യമാണ് ഉത്തര കൊറിയ. അപ്പൊ അവർക്കൊരു ഇളവ് വേണം, അതാണ് പുള്ളിയുടെ ആവശ്യം. അതിനാണ് പുള്ളി അവിടെ ഒരു മിസൈൽ പൊട്ടിച്ച് എന്തിനാന്ന് വെച്ചാൽ എന്റെ അപ്പുറവും ഇപ്പുറമൊക്കെ നീ വന്നിട്ട് പോകുന്നുണ്ട്, വലിയ ബഹളമൊക്കെ ഉണ്ടാക്കുന്നുമുണ്ട്, ഞാനിവിടെ ഉണ്ട് എന്ന് അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അത് ചെയ്തത്. അതെന്തായാലും ഫലം കണ്ടു. ട്രംപ് കിങ് ജോൺ ഉന്നിനെയും കാണുന്നുണ്ട്. ഇനി ഈ ചൈന ഇവിടെ ഇതിനകത്ത് ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു സാധനം എന്ന് വെച്ചാൽ ട്രംപിന്റെ ഈ ഏഷ്യ സന്ദർശനത്തിന്റെ ഹൈലൈറ്റ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാല് ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങിനെ കാണുക. ട്രംപിന്റെ അനുയായികളും പറയുന്ന ഷീ ജിൻപിങ്ങുമായി വ്യാപാര കരാറിൽ ഒപ്പിടുമെന്നാണ്. പക്ഷെ ചൈനയോ ചൈനീസ് പത്രങ്ങളോ അത് പറയുന്നില്ല എന്ന് മാത്രമല്ല, 3-4 ദിവസം മുമ്പ് ചൈന പറഞ്ഞത് ഞങ്ങളെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് എന്തെങ്കിലും നേടാമെന്നൊരു ധാരണ ഉണ്ടെങ്കിൽ അത് വേണ്ട. അതുപോലെ തന്നെ ഇന്ത്യയുമായിട്ട് അമേരിക്ക വ്യാപാര കരാറെല്ലാം സെറ്റായി, നമ്മുടെ താരിഫ് കുറച്ചു എന്നൊക്കെ പറഞ്ഞ് മാധ്യമങ്ങൾ വാർത്ത ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മുടെ കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ പറഞ്ഞത് തോക്ക് തലയ്ക്ക് മുകളിൽ വെച്ചിട്ട് ഒപ്പിടിപ്പിക്കാമെന്ന് കരുതുന്നുണ്ടെങ്കിൽ അത് വേണ്ട, കാരണം ഞങ്ങൾക്കിപ്പോൾ ധൃതിയില്ല. അതിന് അദ്ദേഹം പറഞ്ഞ കാരണം ഇപ്പോൾ അമേരിക്കയിലേക്ക് കയറ്റിവിടുന്ന സാധനങ്ങളെല്ലാം ഞങ്ങളിപ്പോൾ 26 രാജ്യങ്ങളിലേക്ക് മാറ്റി കഴിഞ്ഞു, അങ്ങോട്ടേക്ക് അത് ഡൈവേർട്ട് ചെയ്ത് വിട്ടു കഴിഞ്ഞിരിക്കുന്നു. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾക്ക് ഇപ്പോൾ ഉടനെ വ്യാപാര കരാറൊന്നും ഒപ്പിടണം എന്നുള്ള ധൃതിയില്ല. ഇപ്പൊ ഈ ട്രംപ് ഈ വ്യാപാര കരാർ ഒപ്പിടണം എന്ന് പറയുന്നതിന് ഒരു വലിയ റീസൺ ഉണ്ട്. അമേരിക്കയെ സംബന്ധിച്ച് പറഞ്ഞാൽ അവരുടെ ചോള കൃഷി, ഈ ചോളത്തിന്റെ ഏറ്റവും വലിയ ഉപഭോക്താവ് ചൈനയായിരുന്നു. ചൈനയിലേക്കാണ് ഇത് കയറ്റി അയച്ചുകൊണ്ടിരുന്നത്. ചൈന ഈ സോയാബീനും ചോളവും ഒക്കെ അങ്ങ് സ്റ്റോപ്പ് ചെയ്തു, വേണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അവിടുത്തെ കർഷകർ വലിയ പ്രതിസന്ധിയിലാണ്. അപ്പൊ ഈ ചോളവും സോയാബീനും എവിടെങ്കിലും കൊണ്ട് വിറ്റഴിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഈ ആഫ്രിക്ക രാജ്യങ്ങളിൽ കൊടുത്തിട്ട് വലിയ കഥയൊന്നുമില്ല. ഇന്ന് അമേരിക്കയിൽ നിന്ന് വരുന്നൊരു വാർത്ത, അവിടുത്തെ ഫുഡ് ഈ ബാങ്കുകൾക്ക് മുമ്പിൽ അവിടുത്തെ 40% പേർ ക്യൂ നിൽക്കുന്നു എന്നൊരു കാഴ്ച കൂടെ നമ്മളവിടെ കേൾക്കുന്നുണ്ട്. കർഷകർ അവിടെ വലിയ പ്രതിഷേധത്തിലാണ്. കാരണം ഈ സാധനങ്ങൾ വിറ്റഴിക്കാൻ കഴിയാത്ത സാഹചര്യം. കാരണം അവരുടെ വലിയ വിപണിയാണ് ചൈന എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇത് എവിടെങ്കിലും കൊണ്ട് മാർക്കറ്റ് ചെയ്യണമല്ലോ. അപ്പൊ മാർക്കറ്റ് ചെയ്യാനായിട്ട് ഇവിടെ വരുമ്പോൾ നമ്മൾ ചില ഡിമാൻഡ് ചോദിക്കും, സ്വാഭാവികമല്ലേ. ഇപ്പൊ അവരൊരു പ്രതിസന്ധിയിലാണ്, ചോളവും ഇതൊക്കെ ഉണ്ട്, ഫ്രീ ആയിട്ട് ഇവിടെ കൊണ്ട് ഇറക്കിക്കൊണ്ടു പോകാൻ പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ നമുക്ക് നമ്മുടേതായ ഡിമാൻഡ് ഉണ്ട്. അപ്പൊ നമ്മുടെ സാധനങ്ങൾ അങ്ങോട്ട് പോകുമ്പോൾ അതിന് ചില താരിഫുകൾ ഇളവ് നൽകിയല്ലേ പറ്റൂ, അതല്ലാതെ മുൻപോട്ട് പോകാൻ കഴിയില്ല. അതിനിടയിലാണ് റഷ്യൻ എണ്ണ വാങ്ങുന്നത് നമ്മൾ നിർത്തും എന്ന് പറയുന്നത്. അതില്ല എന്ന് നമ്മുടെ രാജ്യം ഒരു 150 വട്ടം പറഞ്ഞു കഴിഞ്ഞു, പക്ഷെ എപ്പോഴും കേൾക്കുന്നില്ല. അതിന് പല ഇതാ പറയുന്നത്, ഉടനെ നിർത്തില്ല, പതുക്കെ നിർത്തും എന്നൊക്കെ പറയുന്നത്. ഒടുവിൽ അത് നിർത്താൻ കഴിയില്ല എന്ന് കണ്ടപ്പോഴാണ് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ എണ്ണ കമ്പനികളായ റഷ്യയുടെ റോസ്നെഫ്റ്റിലും ലുക്കോയിലുമൊക്കെ നിരോധനം ഏർപ്പെടുത്തി. അത് ഒരു തരത്തിൽ പറഞ്ഞാൽ ഇന്ത്യയെ ബാധിക്കുമെന്ന് വെച്ചാൽ ഇന്ത്യ മാത്രമല്ല ചൈന അടക്കമുള്ള രാജ്യങ്ങളെ അത് ബാധിക്കുക തന്നെ ചെയ്യും, ഇല്ല എന്നില്ല. പക്ഷെ ഇവിടെ ഇന്ത്യക്ക് അതിൽ ചില കുറുക്കു വഴികളുണ്ട്. കാരണം ഈ അമേരിക്ക ഉപരോധിക്കാത്ത അല്ലെങ്കിൽ നിരോധനം ഏർപ്പെടുത്താത്ത ചില കമ്പനികളുണ്ട്. ആ കമ്പനികൾ വഴി റഷ്യയിൽ നിന്ന് ഇന്ത്യക്ക് എണ്ണ എത്തിക്കാൻ കഴിയും.
അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ്. അപ്പോൾ ആ റിപ്പോർട്ടിൽ പറയുന്നു ഡിസംബറിലും നമ്മൾ എണ്ണ നിർത്തില്ല. കാരണം ഡിസംബർ വരെ നമുക്ക് കരാറുണ്ട്. ഓൾറെഡി എണ്ണ വാങ്ങാനുള്ള കരാർ ഡിസംബർ വരെ നമുക്കുണ്ട്. അപ്പൊ ഡിസംബറിലും എണ്ണ നിർത്താനുള്ള സാധ്യതയില്ല. കാരണം ഇങ്ങനെ ഇവര് വഴി വരികയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് അതിനകത്ത് വലിയ ബുദ്ധിമുട്ടുകൾ വരുന്നില്ല. അതോടൊപ്പം തന്നെ ഇപ്പോൾ എണ്ണ വാങ്ങൽ ഇന്ത്യ റഷ്യയിൽ നിന്ന് നിർത്തിയാലുള്ള പ്രശ്നം, ലോകത്ത് എണ്ണയുടെ വില കുതിച്ചുയരും. കാരണം ഡിമാൻഡ് കൂടും. ഡിമാൻഡ് കൂടുമ്പോഴത്തേനും അമേരിക്കയും അമേരിക്കയുടെ ചൊൽപ്പടിക്കൽ നിൽക്കുന്ന ഒപ്പക് രാജ്യങ്ങളും അടക്കം വില കൂട്ടും. വില കൂട്ടുമ്പോൾ നമുക്ക് ഇപ്പോൾ കിട്ടിയ വിലക്കല്ല, അതിൽ മുകളിൽ വിൽക്കാൻ കഴിയും. എന്തുകൊണ്ടാണ് നമ്മൾ ഓയിൽ മേടിക്കുന്നതിന് അമേരിക്കയ്ക്ക് എതിർപ്പെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ റഷ്യയെ സഹായിക്കുന്നു എന്നുള്ളതല്ല അവരുടെ എതിർപ്പ്. അത് ട്രംപ് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് പലവട്ടം. നമ്മൾ ഈ കൊണ്ടിരുന്ന ക്രൂഡ് ഓയിൽ ശുദ്ധീകരിച്ച് മറ്റു രാജ്യങ്ങൾക്ക് വിൽക്കുന്നു, നമുക്ക് പൈസ ഉണ്ടാക്കുന്നു. തെളിച്ചു പറഞ്ഞു ട്രംപ്. അവര് സാമ്പത്തിക നേട്ടം ഉണ്ടാക്കുന്നു, വലിയ രീതിയിൽ പൈസ ഉണ്ടാക്കുന്നു. ഇതനുവദിക്കാൻ കഴിയില്ല എന്നാണ് പറയുന്നത്. അതായത് ഇന്ത്യ രക്ഷപ്പെടുന്നു എന്നുള്ളതാണ് അവരുടെ പ്രശ്നം. അതല്ലാതെ ഇന്ത്യ റഷ്യയെ സഹായിക്കുന്നു എന്നുള്ളതല്ല ട്രംപിന്റെ പ്രശ്നം. അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം. റിയാലിറ്റിയും ട്രംപ് പറഞ്ഞതുമാണ്. പക്ഷെ ഇവിടെ അതല്ല പറയുന്നത്. ഇവിടെ പറയുന്നത് മാനുഷികമായ കാര്യം, ഉക്രൈനെ ആക്രമിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവിടുത്തെ ആളുകൾ സംസാരിക്കുന്നത്. അതല്ല, ട്രംപ് തുറന്നു പറഞ്ഞു, ഈ ഒരു അവസരം മുതലെടുത്തുകൊണ്ട്, റഷ്യ ഉക്രൈൻ യുദ്ധത്തിന്റെ അവസരം മുതലെടുത്തുകൊണ്ട് ഇന്ത്യ റഷ്യയുടെ കയ്യിൽ നിന്ന് വൻതോതിൽ ക്രൂഡ് ഓയിൽ വാങ്ങിയിട്ട് മറ്റ് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളടക്കം അത് വർദ്ധിച്ചിരിക്കുന്നു. അപ്പോഴാണ് മുമ്പ് എസ് ജയശങ്കർ പറഞ്ഞത്, നിങ്ങളും വാങ്ങുന്നില്ല ആ ക്രൂഡ് ഓയിൽ ഞങ്ങളുടെ കയ്യിൽ നിന്നെന്ന്. അമേരിക്കയും വാങ്ങുന്നുണ്ട് പെട്രോളിയം ഉൽപ്പന്നങ്ങൾ. അപ്പം അങ്ങനെ കൊണ്ട് നമ്മൾ നേട്ടം ഉണ്ടാക്കുന്നതിലാണ് പുള്ളിക്ക് പ്രശ്നം. അങ്ങനെ നേട്ടം ഉണ്ടാക്കുന്ന ഒരു കമ്പനിയായിരുന്നു ജാംനഗറിലെ നമ്മുടെ റിലയൻസിന്റെ കമ്പനി. അത് തകർക്കുമെന്നാണ് മുനീർ എവിടെ നിന്ന് വെച്ച് പറഞ്ഞത്? അമേരിക്ക വെച്ച് പറഞ്ഞത്. അതിന് പകരമായിട്ടാണ് നമ്മൾ മുത്തക്കി ഇന്ത്യയിൽ വന്നപ്പോൾ, അഫ്ഗാൻ വിദേശകാര്യമന്ത്രി ഇന്ത്യയിൽ വന്നപ്പോൾ ഇന്ത്യയെ വെച്ച് നമ്മൾ പാകിസ്ഥാൻ ഒരു വാണിംഗ് കൊടുത്തു, കൂടുതൽ കളിച്ചാൽ നിനക്കിട്ട് ഞങ്ങൾ പണി തരുമെന്നുള്ളത്. അപ്പൊ ഇതൊക്കെ ഇതിനിടയ്ക്ക് നടക്കുന്നുണ്ട്. ഇതിനിടയിലാണ് റഷ്യയുടെ ഒരു ദൂതൻ വൈറ്റ് ഹൗസിൽ പോയിരുന്നു. അത് ഉടനെ പോയ കാര്യമല്ല, നേരത്തെ തന്നെ പ്ലാൻ ചെയ്തിരുന്ന ഒരു കാര്യമാണ് ചർച്ചയുമായി ബന്ധപ്പെട്ട്. ഇന്നലെ ട്രംപ് പറയുന്നു, പുടിൻ എന്റെ അടുത്ത സ്നേഹിതനാണ്, പക്ഷെ ചർച്ച ചെയ്ത് സമയം കളയാൻ ഞാനില്ല. ഇനി അവരായി അവരുടെ പാടായി, അവർ തമ്മിൽ ഒരു സൗഹൃദത്തിൽ എത്തുന്നെങ്കിൽ, അതായത് ഉക്രൈനുമായ സൗഹൃദത്തിൽ അവർ തമ്മിൽ എത്തിയ ഒരു അഗ്രിമെന്റ് എത്തുന്നെങ്കിൽ അവിടെ തീരട്ടെ. ഇനി ഞാൻ ഇതിനു വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിക്കാനില്ല, എന്റെ സമയം ചെലവഴിക്കാനില്ല എന്നാണ് പറയുന്നത്. ഇതിനിടയിൽ ഒരു വലിയ മൂവ്മെന്റ് നടന്നിരിക്കുന്നു. അധികം പേര് കേൾക്കാത്ത ഒരു വലിയ വാർത്ത കൂടെ സംഭവിച്ചിരിക്കുന്നു. ധനുഷ് ഇപ്പൊ ബ്രിക്സ് രാജ്യങ്ങളെ കുറിച്ച് ചോദിച്ചപ്പോഴാണ് എനിക്കത് ഓർമ്മ വന്നത് പെട്ടെന്ന്. നമ്മൾ ബാർട്ടർ സമ്പ്രദായത്തിൽ ബ്രിക്സ് രാജ്യങ്ങളുടെ സാധനം വാങ്ങിക്കാൻ ഇന്ത്യ തുടക്കമിട്ടിരിക്കുന്നു എന്നുള്ളതാണ്. അതൊരു വലിയ ഡീലാണ്. ഏതാണ്ട് അതിന്റെ കൃത്യമായ ഒരു തുക എനിക്ക് കൃത്യമായി അറിയില്ല, എങ്കിലും ഒരു 700 കോടി രൂപയാണ് എന്നാണ് അറിവ്. 700 കോടി രൂപയുള്ള ബ്രസീലിന്റെ ഒരു ചരക്ക് വിമാനം നമ്മൾ വാങ്ങുന്നു. അതിന് പകരമായി നമ്മുടെ ഒരു തേജസ്സും മറ്റൊരു ചെറു ഹെലികോപ്റ്ററും കൂടി അവർക്ക് ഇതിന് പകരമായി നൽകും. അത് പണത്തിന്റെ ഇടപാടല്ല, പകരം ബാർട്ടർ സമ്പ്രദായമാണ്. ഇത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2019 പറഞ്ഞതാണ്. ഉള്ളവൻ നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ എന്താണോ കൂടുതലുള്ളത് അത് ഇല്ലാത്തവന് കൊടുക്കുകയും അവന്റെ രാജ്യത്ത് എന്താണോ ഉള്ളത് അത് നമ്മൾ വാങ്ങുകയും ചെയ്ത് അങ്ങനെ ലോകം മുഴുവൻ ഇങ്ങനെ ഒരു സമ്പ്രദായത്തിലേക്ക് പോയി കഴിഞ്ഞാൽ എല്ലാവർക്കും സുഭിക്ഷമായി ജീവിക്കാം, സന്തോഷമായി ജീവിക്കാമെന്ന് പറഞ്ഞിരുന്നു. അവിടെയാണ് ഈ പറയുന്ന ബ്രസീലിന്റെ കയ്യിൽ ഇന്ത്യ ആദ്യമായിട്ടൊരു ബാർട്ടർ സമ്പ്രദായം നടക്കുന്നത്. അതായത് ആ വിമാനത്തിന് പ്രത്യേകത ഉണ്ട്, ഈ ചരക്ക് വിമാനത്തിന്. കാരണം ഇന്ത്യക്ക് ചരക്ക് വിമാനം ആവശ്യമാണ്, ഒരു 6 വിമാനങ്ങൾ ഉടൻ ആവശ്യമാണ്. പക്ഷെ ആ വിമാനങ്ങൾ പല കമ്പനികളും നോക്കുമ്പോൾ ഈ ബ്രസീലിയൻ വിമാനത്തിനൊരു ഗുണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് കുറഞ്ഞ സ്പേസ് മതി ലാൻഡ് ചെയ്യാനും മറ്റുമൊക്കെ. അതുകൊണ്ടാണ് ആ വിമാനം നമ്മൾ വാങ്ങുന്നത് എന്ന് പറയുന്നത്. അപ്പോൾ ആ വിമാനത്തിന് പകരം നമ്മൾ 2 വിമാനം അങ്ങോട്ട് കൊടുക്കും, പഴയ പോലത്തെ ഒരു ബാർട്ടർ സമ്പ്രദായം. അപ്പം ഇതേ രീതിയിലാണ് നമ്മൾ ഈ കാര്യങ്ങൾ മുൻപോട്ട് കൊണ്ടുപോകുന്നത്. അതാണ് ബ്രിക്സിന്റെ പുതിയ നീക്കം. പുടിൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ കാര്യം, ബ്രിക്സ് കുറച്ചുകൂടി ശക്തിപ്പെടുകയാണ് ചെയ്തത് ഈ അമേരിക്കയുടെ ഈ നയം കൊണ്ട്. ഇപ്പോൾ ഞങ്ങളൊരു ഏകീകൃത നാണയത്തെക്കുറിച്ച് പോലും ചിന്തിക്കുന്നുണ്ട്. ഇപ്പോൾ ഇന്ത്യ ഇപ്പോൾ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളോട് എല്ലാം പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു, ഇനി ഡോളറിന്റെ ഇടപാട് നമുക്ക് വേണ്ട, ഇനി രൂപയിൽ നിങ്ങൾ ഇടപാട് നടത്താമെങ്കിൽ നമുക്ക് ഇടപാട് നടത്താം എന്ന് പറഞ്ഞിരിക്കുന്നു. കാരണം ആ രീതിയിലേക്ക് മാറുമ്പോൾ ഇവിടെ രൂപയുടെ മൂല്യം ശക്തിപ്പെടുകയാണെങ്കിൽ ഒരുപക്ഷെ ബ്രിക്സിന്റെ ഒരു പ്രധാന നാണയമായി രൂപ മാറും. അവസാനത്തോടെ 2026 ആദ്യത്തോടുകൂടി യൂണിറ്റ് നിലവിൽ വരും. യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബക്കറ്റാണത്. അതില് ഈ ബ്രിക്സ് രാജ്യങ്ങളുടെ എല്ലാം നാണയം ഉള്ള ഒരു വാലറ്റ് പോലത്തെ ഒരു സമ്പ്രദായം, അതിനെയാണ് യൂണിറ്റ് എന്ന് പറയുന്നത്. അതിൽ ചൈനയുടെയും റൂബിൾസും റഷ്യയുടെയും ഇന്ത്യയുടേതും ഒക്കെ കാണും. ഇപ്പോൾ ഇന്ത്യ റഷ്യയുമായി വ്യാപാരം നടത്തുന്നത് ഡോളറിലല്ല, ചൈനയുടെ യുവാനിൽ നടത്തുന്നുണ്ട്, ദിർഹത്തിൽ നടത്തുന്നുണ്ട്, UAE-യുമായിട്ടാണ് നമുക്ക് ട്രാൻസാക്ഷൻ കൂടുതലുള്ളത്. അപ്പോൾ ഈ സാമ്പത്തികമായിട്ടൊരു ഞെരുക്കം നമുക്ക് വരാത്തതിന്റെ കാരണം, ഈ ഡോളർ ഞെരുക്കം നമുക്ക് വരാത്തതിന്റെ കാരണം നമ്മൾ കുറെ നാളുകളായിട്ട് ഈ ദിർഹവും ഒക്കെ ആയിട്ടുള്ള പരിപാടികളാണ്. ഈ ദിർഹവും രൂപയും നമ്മൾ ട്രേഡിംഗ് ആണ് ദുബായ് വഴി നടത്തുന്നത്. നമുക്ക് അവിടെ അതിന്റെ ഒരു ഈ ക്ലിയറൻസും കാര്യങ്ങളുമായിട്ട് മുമ്പോട്ട് പോകുന്നുണ്ട്. റഷ്യയിലേക്ക് നമ്മൾ അതിന്റെ പകുതി പണം യുവാനായിട്ടാണ് കൊടുക്കുന്നത്. ആ യുവാന്റെ ട്രാൻസാക്ഷനും ഇല്ലെങ്കിൽ അതിന്റെ കാര്യങ്ങളും ഒക്കെ നടക്കുന്നത് ഈ ദിർഹം വഴി ദുബായിൽ വെച്ചിട്ടാണ്. അവിടുത്തെ ബാങ്കുകളാണ് ഇതിന്റെ ഇടനിലക്കാരായി നിൽക്കുന്നത്. അപ്പൊ ആ ഒരു ലോകക്രമം തന്നെ മാറി, സാമ്പത്തികമായിട്ടുള്ള ഒരു ലോകക്രമം തന്നെ മാറി വരുന്നൊരു സാഹചര്യമുണ്ട്.
ഇവിടെ ഇതിനകത്ത് വരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ട്രംപിനെ സംബന്ധിച്ച് ഇപ്പോൾ ഇന്ത്യയുമായ ഒരു സമരസത്തിൽ പോവുക. പക്ഷെ അത് എത്രത്തോളം മുൻപോട്ട് പോകാൻ കഴിയുമെന്ന് എനിക്കറിയില്ല. ധനുഷ് നേരത്തെ ചോദിച്ചതുപോലെ തന്നെ ഇതിനകത്ത് ആരും മോശക്കാരില്ല. അതാണ് ഇതിനകത്ത് ഒരു പ്രശ്നം. ആരും ഒരു വിട്ടുവീഴ്ച ചെയ്യുന്നവരോ മോശക്കാരോ ഇല്ല. ട്രംപ്, പുടിൻ, മോദി, ഷീ ജിൻപിങ്, പിന്നെ ഉള്ളത് ഈ കിം ജോങ് ഉന്ന്, ഇതിനകത്ത് ആരാണ് മോശക്കാർ? ആരെങ്കിലും വിട്ടുവീഴ്ച ചെയ്യാൻ തയ്യാറാകുമോ? മുമ്പൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്തുള്ള ചില തൊപ്പി വെച്ചവനും തൊപ്പി വെക്കാത്തവനും ഒക്കെ പോയി കാല് വീഴുമായിരുന്നു, ഇല്ല കുനിഞ്ഞു നിൽക്കുമായിരുന്നു. പക്ഷെ ഇന്ന് അതൊന്നും നമ്മുടെ രാജ്യം ഇല്ല, അല്ലേ? പാവയെ പോലൊക്കെ പോയി നിൽക്കുന്നവരുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് നമ്മുടെ രാജ്യമില്ല. ഇന്നിപ്പോ നമ്മുടെ രാജ്യത്ത് ശക്തനായ ഇപ്പൊ ആരാ ഇതിനകത്ത് മാറ്റി? ബെഞ്ചമിൻ നെതന്യാഹു വല്ലതും കേൾക്കുവോ പറയുന്നത്? ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ പുതിയ ഡിമാൻഡ് വെസ്റ്റ് ബാങ്ക് പിടിച്ചെടുക്കുക എന്നുള്ള, ജെറുസലേമിൽ പിടിച്ചെടുത്തിട്ട് വേണം അവർക്ക് ആ മൂന്നാമത്തെ ദേവാലയത്തിന്റെ പണി നടത്താനായിട്ട്. അതിനുള്ള ഒരുക്കങ്ങളാണ് പുള്ളി നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതിനകത്ത് ആരും ട്രംപ് പറയുന്നതും കേൾക്കുന്നത്, ഇത് ആരും ശരിയാണ് പറഞ്ഞത്, ഇതിനകത്ത് ആരും ആരെയും നിയന്ത്രിക്കാനോ, കാരണം ശരിക്കും പറഞ്ഞാൽ ഇവരുടെയൊക്കെ ഒരു മീറ്റിംഗ് എന്ന് പറഞ്ഞാൽ തന്നെ ഒരു ഡോണുകളുടെ മീറ്റിംഗ് പോലെയാണ് പലപ്പോഴും തോന്നുന്നത്. അത് ശരിയാണ്. ഈ ഇടതുപക്ഷം ഇത് പറഞ്ഞുകൊണ്ട് ഒരു കാര്യം, ഇത് ഇടതുപക്ഷം പറയുന്ന ഒരു കാര്യമുണ്ട്. എന്താ അറിയോ? ഇതുകൊണ്ടാണ് ലോകത്ത് ഇടതുപക്ഷം നിലനിൽക്കണം എന്ന് ഞങ്ങൾ വാദിക്കുന്നത്. ഈ ലിബറൽ ആൾക്കാരുണ്ടല്ലോ, ഇവന്മാരെ തന്നെ വെളുപ്പിക്കുന്നത്. നിങ്ങൾ ലോക രാജ്യങ്ങളിലേക്ക് നോക്കൂ. ഇന്ത്യ ഭരിക്കുന്നത് തീവ്ര വലതുപക്ഷം, അമേരിക്ക തീവ്ര വലതുപക്ഷം, ഇസ്രായേൽ അതിതീവ്ര വലതുപക്ഷം, ഇങ്ങോട്ടേക്ക് നോക്കൂ, പല സ്ഥലങ്ങളിലേക്ക് നോക്കൂ, ഇതൊക്കെ വലതുപക്ഷങ്ങളാണ് ഭരിക്കുന്നത്. അപ്പൊ ഈ വലതുപക്ഷങ്ങൾ ഭരിക്കുന്ന ഈ ലോകമെന്ന് പറയുന്നത് എനിക്ക് വേണം, എല്ലാം ഞങ്ങൾക്കാണ് കൂടുതൽ വേണ്ടത് എന്നുള്ള ഒരു സാഹചര്യത്തിലേക്ക് മാറും. അവിടെ ലിബറലൈസേഷൻ നടക്കില്ല, അവിടെ സോഷ്യലിസം ഇല്ല. അതേസമയം സോഷ്യലിസം ഇല്ലാതെ വരുമ്പോൾ സ്വാർത്ഥത കൂടുന്ന ഈ ലോകത്ത് എനിക്ക് വേണം എന്നുള്ളൊരു സെറ്റപ്പിലേക്ക് കാര്യങ്ങൾ വരുമ്പോൾ അവിടെ കോൺഫ്ലിക്റ്റ് ഉണ്ടാവും, അവിടെയാണ് യുദ്ധങ്ങൾ ഉണ്ടാകുന്നത് എന്ന് വളരെ ഭംഗിന്തരീണ പറഞ്ഞു വയ്ക്കുകയാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ അമേരിക്കയിൽ ഒരു ഇടതുപക്ഷ ഗവൺമെന്റാണ് ഇരുന്നതെങ്കിൽ ഇതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല. അവര് പല വിട്ടുവീഴ്ചകളും ചെയ്യുന്നതന്നെ. ലോക സമാധാനമാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് തള്ളുന്നുണ്ട് കേട്ടോ ഇതിന്റെ ഇടയിൽ. എന്തായാലും ധനുഷത് പറഞ്ഞുകൊണ്ടൊരു കാര്യം കൂടെ അങ്ങ് പറഞ്ഞേക്കാം. കാരണം ഈ വെനസുല എന്ന് പറയുന്ന ഈ മറുഡോയെ തപ്പിയിട്ടാണല്ലോ ഇപ്പം അമേരിക്ക നടക്കുന്നത്. അവിടെ ഏത് ഭരണമാണെന്ന് അറിയാം? കമ്മ്യൂണിസ്റ്റ് ഭരണമോ ഇടതുപക്ഷമോ? ആ ഇടതുപക്ഷത്തിന്റെ നേതാവാണ് ഈ പറയുന്ന വിദ്വാൻ, മയക്കുമരുന്നും കഞ്ചാവും. ഇവിടുത്തെ പണി തന്നെ അവിടെ കുറച്ചുകൂടെ വ്യാവസായിക അടിസ്ഥാനത്തിൽ രാജ്യം ചെയ്യുന്നു. ഇവിടെ ചെറിയ ചെറിയ പോക്കറ്റുകളിൽ ഇവന്മാർ ചെയ്യുന്ന പണി തന്നെയാണ് അവിടെ. MDMഉം മറ്റൊക്കെയാണ് അവിടുത്തെ പരിപാടികള്. നോർത്ത് കൊറിയ, ഇതാണ് കമ്മ്യൂണിസ്റ്റ് ക്യൂബ. അല്ല, ഇടതുപക്ഷ രാഷ്ട്രമല്ല റഷ്യ എന്നൊക്കെ അവിടുന്ന് തൂത്തിറഞ്ഞു. അമേരിക്ക, ചൈന എന്ന് വെച്ചാൽ പുറത്തെ ബോർഡ് മാത്രമേ ഉള്ളൂ ഇടതുപക്ഷം എന്നുള്ളത്. അകത്തൊന്നാന്തരം മുതലാളിമാരാണ് ഇരിക്കുന്നത്. അപ്പം ഇതൊക്കെയാണ് എല്ലായിടത്തും പുറത്തേ ഉള്ളൂ. ഇപ്പൊ നോർത്ത് കൊറിയയും പുറത്തല്ലേ ഇടതുപക്ഷം, അകത്ത് കള്ളും കഞ്ചാവാണ്. അതാണ് ഈ കള്ളക്കടത്തും. ഈ ലോകത്ത് മുഴുവൻ രണ്ടാം കിട പണി ചെയ്യുന്ന മുഴുവൻ ഇടതുപക്ഷ രാഷ്ട്രങ്ങളാണ്. ഈ പറയുന്ന ഈ വെനസുലയുടെ ഇപ്പൊ പണി നടക്കാമെന്ന് അവിടെ അത് ഇടതുപക്ഷമാണ് അവിടെ ഭരിക്കുന്നത്, അതിന്റെ നേതാവാ. പിന്നെ ഇവിടെ ഇതാണ് പ്രശ്നം. ഇങ്ങനെ എല്ലായിടത്തും അതുണ്ട്. പിന്നെ അതിനൊരു തമാശ രൂപത്തിൽ നമ്മൾ പറഞ്ഞതേ ഉള്ളൂ, അത് ഇതുമായിട്ട് ബന്ധമില്ലാത്തൊരു കാര്യമാണ്. അപ്പൊ ഇങ്ങനെയാണ്. അപ്പൊ ലോകരാജ്യങ്ങൾ ഇതിനകത്ത് ആരും വിട്ടുവീഴ്ച ഇല്ല എന്നുള്ള കാര്യമാണ്. ധനുഷാണെന്ന് കുറച്ചു ദിവസം മുമ്പ് നമ്മൾ നടത്തിയ ചർച്ചയിൽ പറഞ്ഞത്, ഇവിടെ ഫിജിയുടെ പിന്നെ പ്രതിനിധി വന്നിട്ട് അങ്ങനെ പോലും ട്രംപിനെ ചീത്ത വിളിച്ചിട്ട് പോകുന്ന കാര്യമാണ്. മീറ്റിങ്ങിനിടയ്ക്ക് എനിക്ക് ആ മൈക്കൊന്ന് തരുമെന്ന് ചോദിച്ചിട്ട് വന്നിട്ട് 2 വാക്ക് പുള്ളിയും സംസാരിച്ചിട്ട് പോയത്. കാരണം ഇവിടെ ആരും വിട്ടുവീഴ്ച ചെയ്യാൻ തയ്യാറാകാത്ത ഒരു ലോകം. മുമ്പ് അങ്ങനെയല്ലായിരുന്നു. അമേരിക്ക ഒന്ന് നിവർന്ന് നിന്ന് കഴിഞ്ഞാൽ ഇവിടുത്തെ ഒരുമാതിരിപ്പെട്ട നേതാക്കന്മാരൊക്കെ ഒന്ന് ഒതുങ്ങുന്ന ഒരു കാഴ്ച. ഇപ്പം മിഡിൽ ഈസ്റ്റിലെ പോലും ഉള്ളവർ കേൾക്കാത്ത ഒരു രീതിയിലൊക്കെ കാര്യങ്ങൾ പോകുന്നു. ആർക്കും ഒരു പേടിയില്ല. അതായത് ഒരു ട്രംപിന് ഒരു വേണ്ട രീതിയിലുള്ള ഒരു ബഹുമാനവും സ്നേഹവും ഒന്നും കിട്ടുന്നില്ല എന്നുള്ളതാണ് അതിന്റെ ഒരു യാഥാർത്ഥ്യം. ആ പഴയ സെറ്റപ്പും ഒക്കെ പോയി. പിന്നെ പുള്ളിക്ക് മാത്രം അത് മനസ്സിലാകുന്നില്ലാത്തതാണോ അതോ മനസ്സിലാകാത്ത പോലെ അഭിനയിക്കുന്നതാണോ എന്നറിയില്ല. ഏതായാലും ഇദ്ദേഹം ആയതുകൊണ്ട് നമുക്ക് ഒന്നും പറയാനും കഴിയില്ല. എന്താണ് ഇനി അടുത്ത മൂവ്മെന്റ് എന്ന് പറയാൻ കഴിയില്ല. പക്ഷെ ഏതായാലും ഇതുവരെ അദ്ദേഹം നടത്തിയൊന്നും ബുദ്ധിപരമായ ഒരു നീക്കമായിരുന്നില്ല എന്ന് അദ്ദേഹത്തിന്റെ രാജ്യത്തുള്ളവർ തന്നെ പറയുന്നുണ്ട്. ഇനി അടുത്തത് എന്താണ് പുള്ളി ബുദ്ധിപൂർവമായി നടത്താൻ പോകുന്നത് എന്ന് മാത്രമാണ് നമ്മൾ കാത്തിരുന്ന് കാണുന്നത്. കാരണം ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ധനുഷേ, അതാണ് വളരെ ഇമ്പോർട്ടന്റ്. ഈ ട്രംപ് ഇതൊക്കെ കടന്ന് പ്രശ്നം ഉണ്ടാക്കുമ്പോഴും 3 രാജ്യങ്ങൾ അനങ്ങുന്നില്ല. ഒന്ന് ഇന്ത്യ, ഒന്ന് ഷീ ജിൻപിങ്, ഒന്ന് വ്ളാഡിമിർ പുടിൻ. ഈ 3 പേരും ഇതിനെ കമാന്നൊരു അക്ഷരം മിണ്ടാതിരിക്കുക എന്ന് കരുതി അവർ ദുർബലരാണെന്നല്ല അതിനർത്ഥം. അവരുടെ സൈലന്റ് ആണ് നമ്മളെ ഭയപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. അത് എന്താകുമെന്നുള്ളത് 2-3 ദിവസങ്ങളിൽ അറിയാൻ കഴിയും. കാരണം ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആസിയാൻ ഉച്ചകോടി പങ്കെടുക്കുന്നില്ല.
ചൈനീസ് പ്രസിഡന്റും ഷീ ജിൻപിങ്ങും ട്രംപും തമ്മിൽ കൂടിക്കാഴ്ച നടക്കുമോ ഇല്ലയോ എന്നുള്ളത് ഒരു വലിയ ചോദ്യചിഹ്നമാണ്. ഇനി അവരുടെ റെസ്പോൺസ് എന്താണ് എന്നുള്ളതാണ്. ഇനി പുടിൻ ഇതുവരെ ഇതിനെക്കുറിച്ചൊന്നും ഒരു ഇതും വന്നില്ല. പുള്ളിയുടേതായ വഴിയിൽ ഡ്രോണുകളും മിസൈലുകളും ഒക്കെ ഇഷ്ടം പോലെ വാരി വേറുന്നുണ്ട്. അപ്പൊ അതൊരു വഴിക്ക് നടക്കുന്നുണ്ട്. അതൊന്നും പിന്നെ ഇപ്പൊ ആർക്കും ഒരു വാർത്തയല്ലാതായി മാറിയിരിക്കുകയാണ്. കാരണം അവിടെ ഇപ്പൊ എന്ത് സംഭവിക്കുന്നു എന്നുള്ളൊരു വാർത്തയല്ല, ഇനി എന്തെങ്കിലും ഒരു പുതിയ ട്വിസ്റ്റ് ഉണ്ടാകണം അവിടെ. അപ്പൊ ഈ RICയുടെ മൗനം അതൊരു ഒന്നൊന്നര മൗനം എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. ഓക്കെ. അത് എന്താകും എന്നുള്ളത് ചിന്തിക്കേണ്ടതായ വിഷയം തന്നെയാണ്.